ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമവചന ധ്യാനം ക്ലാസ് 64. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 4-ാമത്തെ അധ്യായം 32 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. വിശ്വസിച്ചവരുടെ സമൂഹം ഒരു ഹൃദയവും ഒരു മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളതെല്ലാം തനിക്ക് സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. എല്ലാം അവർക്ക് പൊതു സ്വത്തായിരുന്നു. അപ്പസ്തോലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു. അവരെല്ലാവർക്കും സമൃദ്ധമായി കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവർ ആരും തന്നെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. പറമ്പുകളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരൊക്കെ അവയത്രയും വിറ്റുകിട്ടിയ തുക കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരെ കാൽക്കൽ അർപ്പിക്കും. പിന്നെ ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. ആശ്വാസപുത്രൻ എന്നർത്ഥമുള്ള ബർണബാസ് എന്ന അപരനാമത്താൽ അപ്പസ്തോലന്മാർ വിളിച്ചിരുന്നവനും കിപ്രോസ് ദ്വീപുകാരനുമായ യോസഫ് എന്നൊരു ലേവ്യൻ തന്റെ വയൽ വിറ്റുകിട്ടിയ പണം കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു. ആദിമസഭയുടെ അനുദിന ജീവിതത്തെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണിത്. നമ്മൾ പലപ്പോഴും കുടുംബസമ്മേളന യൂണിറ്റുകളൊക്കെ പല പ്രാവശ്യം വായിച്ച് കേട്ട് ഏതാണ്ടൊരു ബൈഹാർട്ട് പോലെയായ കാണാപാഠം പോലെയായ ഒരു തിരുവചനമാണിത്. സഭയുടെ സുവർണ യുഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അവസ്ഥയാണിത്. യെറൂസലമിലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ അനുദിന ജീവിതം എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ഒരു നഖചിത്രം, വളരെ ചെറിയൊരു ഷോർട്ടായിട്ടുള്ളൊരു വിവരണമാണ് നൽകിയിരിക്കുന്നത്. അതിൽ ചില കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിയിട്ടുണ്ട്. ഒരു 5 കാര്യങ്ങൾക്ക് പറയാം. 1, ഐക്യത. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു മനസ്സുമായിരുന്നു. എന്ന് വെച്ചാൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നല്ല അർത്ഥം. ഓരോരുത്തർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി അവർ ഹൃദയവും മനസ്സും ഒന്നാക്കി. ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്, വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട്. പക്ഷെ പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി ഈ സമൂഹം ഒരു ഹൃദയവും ഒരു മനസ്സുമായി. അപ്പൊ തങ്ങളുടെ ഈ ഈഗോ എന്ന് പറയുന്നത് അത് ഇല്ലാതാക്കാതെ നമുക്ക് ഒരു സമൂഹമായി ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഐക്യത ഉണ്ടായിരുന്നു എന്നാണ് ഒന്നാമത്തെ കാര്യം. 2, എല്ലാം പൊതു സ്വത്തായിരുന്നു, സ്വകാര്യ സ്വത്തില്ലായിരുന്നു. ഈ കമ്മ്യൂണിസം പരാജയപ്പെടാനും സന്യാസം വിജയിക്കാനുമുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സന്യാസികളുടെ ഇടയിൽ പൊതു സ്വത്തില്ല. പൊതു സ്വത്താണ്, സ്വകാര്യ സ്വത്തില്ല. പൊതു സ്വത്ത് ആണെല്ലാം, സ്വകാര്യ സ്വത്തില്ല. നമ്മൾ ചിലപ്പം വലിയ കെട്ടിടങ്ങൾ കാണുകയും സ്കൂള് ആശുപത്രിയും കാണുമ്പോൾ അച്ഛന്മാരും കന്യാസ്ത്രീകളെല്ലാം സുഖിച്ച് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു കാര്യം അറിയാതെ നമ്മൾ വിമർശിക്കാറുണ്ട്. അവിടെയാണോ താമസിക്കണേ? ഈ അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഈ ഭീമാകാരമായ കെട്ടിടങ്ങളിലാണോ താമസിക്കണേ? അത് നമ്മുടെ കുട്ടികൾക്കുള്ളതല്ലേ? സ്കൂളാണെങ്കിൽ, കോളേജാണെങ്കിൽ അത് അവിടെ കന്യാസ്ത്രീമാരും അച്ഛന്മാരാണോ അവിടെ താമസിക്കുന്നത്? അല്ല, അവർ താമസിക്കുന്നത് കുബിക്കുൾ എന്ന് പറഞ്ഞ ചെറിയ മുറികളിലാണ്. ഒരു ചെറിയ അലമാരയും ഒരു ചെറിയ മുറി, പുസ്തകം വെക്കാനായിട്ട് പോലും ഒരു അലമാര കോമൺ ആയിട്ടേ ഉള്ളൂ. ഒരു ചെറിയ കട്ടിലും ഒരു ചെറിയ അത്രയേ ഉള്ളൂ അവർക്ക്. എല്ലാ മാസവും 1,30,000 40,000 ശമ്പളം കിട്ടുന്ന പ്രിൻസിപ്പളായിരിക്കുന്ന കന്യാസ്ത്രീക്കും 100 രൂപയാണ് പോക്കറ്റ് മണി. ബാക്കിയുള്ളത് മുഴുവൻ കോമൺ പൂളിംഗ് ആണ്. ഇപ്പൊ നമ്മൾ ഈ FCR നിയമത്തിന്റെ ഒക്കെ പ്രശ്നങ്ങൾ പറഞ്ഞു വരുന്നില്ലേ? വിദേശ ഫണ്ട് വരുന്നെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വിദേശ ഫണ്ട് വരുന്നുണ്ട്. പക്ഷേ കുറേയൊക്കെ നമ്മുടെ കന്യാസ്ത്രീമാരും അച്ഛന്മാരും വിദേശത്ത് ജോലി ചെയ്തിട്ടുള്ള പണമാണ്. പക്ഷെ അവർക്ക് ഈ നമ്മൾ NRI അക്കൗണ്ട് എടുക്കാനായിട്ട് അവർക്ക് അനുവാദം ഇല്ലാത്തത് കൊണ്ട് FCR വഴി അയക്കുകയാണ്. നമ്മൾ അധ്വാനിച്ച പണമാണ് പലതും. സംഭാവന സ്വീകരിക്കുന്നത് മാത്രമല്ല, തീർച്ചയായിട്ടും സംഭാവന സ്വീകരിക്കുന്നുണ്ടാകാം, ഇല്ലെന്നൊന്നല്ല ഞാൻ പറഞ്ഞേ. പക്ഷേ ഇവർക്ക് പൊതു സ്വത്താണെല്ലാം, സ്വകാര്യ സ്വത്തില്ല. അപ്പോൾ സ്വകാര്യ സ്വത്തില്ലാതെയും ആ സമുദായം നിൽക്കുന്ന എത്രയോ വർഷമായി. ശരിക്കും പറഞ്ഞാൽ BC 163 157 കാലയളവിൽ സന്യാസം തുടങ്ങി കുമ്രാൻ സമുദായത്തിൽ. അവിടെ കുറെ ബ്രഹ്മചാരികളുണ്ടായിരുന്നു, കല്യാണം കഴിക്കുന്നവരുണ്ടായിരുന്നു, ബ്രഹ്മചാരികളുണ്ടായിരുന്നു. സന്യാസത്തിന്റെ ആരംഭം അവിടെയാണ്. കുമ്രാൻ കമ്മ്യൂണിറ്റി, എസീൻസ് എന്ന് പറയുന്ന കുമ്രാൻ ജീവിച്ചിരുന്നത് യെറൂസലേമിൽ നിന്ന് ഒരു 10-20 കിലോമീറ്റർ അകലെ. പിന്നെ ക്രിസ്തു ധർമ്മത്തില് സന്യാസികൾ ഇത്രയും വർഷമായിട്ട് നിലനിൽക്കുന്നു. സന്യാസം പച്ചപ്പോടെ തന്നെ നിൽക്കുന്നു. ഇപ്പൊ നമുക്കറിയാവുന്ന ചില കോൺഗ്രിഗേഷൻസ് നോക്കിയപ്പം CMC കോൺഗ്രിഗേഷൻ 6000-7000 മെമ്പേഴ്സ് ആണ് അതിനകത്ത്. അവർക്ക് ആർക്കും സ്വകാര്യ സ്വത്തില്ല. അതുപോലെ ക്ലാരക്കാരാണെങ്കിലും ഹോളി ഫാമിലി ആണെങ്കിലും, ഞാൻ വലിയ കോൺഗ്രിഗേഷൻസ് പറയുകയാണ്, ചെറിയ കോൺഗ്രിഗേഷൻ ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. സ്വകാര്യ സ്വത്തില്ല. സ്വകാര്യ സ്വത്ത് പാടില്ലെന്നാണ് കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞത്, കാൾ മാർക്സ് പറഞ്ഞത്. എന്നിട്ട് ആ കമ്മ്യൂണിസം പരാജയപ്പെട്ടു. സന്യാസം ഇത്ര നാളായിട്ടും പരാജയപ്പെട്ടിട്ടില്ല. കമ്മ്യൂണിസം കുറച്ച് വർഷങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടു. സന്യാസം നൂറ്റാണ്ടുകളായിട്ടും പരാജയപ്പെട്ടിട്ടില്ല.
എന്താ വ്യത്യാസം? സ്വകാര്യ സ്വത്തല്ല തിന്മ, സ്വകാര്യ സ്വത്തല്ല തിന്മ, സ്വാർത്ഥതയാണ്. സ്വകാര്യ സ്വത്ത് നിഷേധിക്കുന്നത് സ്വാർത്ഥതയിൽ നിന്നും കടന്നിട്ട്, പുറത്ത് കടന്നിട്ട് ദൈവത്തെയും മനുഷ്യരെയും ശുശ്രൂഷിക്കാനാ. ദൈവചിന്തയില്ലെങ്കിൽ, ഒരു ഉന്നതമായ ലക്ഷ്യമില്ലെങ്കിൽ ഈ സ്വകാര്യ സ്വത്ത് വേണ്ടെന്ന് വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടാകില്ല. ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരല്ലേ വലിയ കോടീശ്വരന്മാര്? പണ്ട് കമ്പ്യൂട്ടറിനെ വെറുത്തിരുന്ന് അടിച്ച് പൊളിച്ചവരാണ് ഇപ്പൊ കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് അവരുടെ പ്രചരണങ്ങൾ മുഴുവൻ. സകല സാങ്കേതിക വിദ്യകളും എതിർത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാര്. കാരണം എന്താണ്? വീണ്ടും വിചാരമില്ല, ദൈവചിന്തയില്ല. ഈ വടക്കേ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസം വേര് പിടിക്കാത്തതിന് EMS പറഞ്ഞതും ഇപ്പൊ ആൾക്കാർ പറഞ്ഞ ഒരേ കാര്യമാണ്, അവിടെയുള്ളവർക്ക് വിവരമില്ലെന്ന്. എന്തൊരു മണ്ടത്തര ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയണേ. അവിടെയുള്ളവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണോ? അല്ല, അവിടെയുള്ളവർക്ക് വിവരമുള്ളത് കൊണ്ട്. ദൈവമില്ലെന്ന് പറയുന്നതാണ് മണ്ടത്തരം. ബൈബിൾ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മുകളിൽ ദൈവം ഇല്ല എന്ന് മൂഢൻ ഉള്ളിൽ പറഞ്ഞു. മുകളിൽ ദൈവം ഇല്ല എന്ന് മൂഢൻ ഉള്ളിൽ പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറയും ചില ശാസ്ത്രജ്ഞന്മാര് ദൈവചിന്ത ദൈവമില്ലെന്ന് പറയുന്നു. അവരാണോ ദൈവം ഉണ്ടോ എന്ന് നിശ്ചയിക്കുന്ന ശാസ്ത്രജ്ഞന്മാരാണോ? എത്രയോ ബൈബിളിൽ എഴുതുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അപ്പൊ അന്നും ഉണ്ടായിരുന്ന ഇങ്ങനത്തെ മൂഢന്മാര്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്ന ചിന്തകളുള്ളവര് പണ്ട് കാലത്തുണ്ടായിരുന്നു, നിരീശ്വരന്മാര്. മുകളിൽ ദൈവം ഇല്ല എന്ന് മൂഢൻ ഉള്ളിൽ പറഞ്ഞത് 2 പ്രാവശ്യം എഴുതിയിരിക്കുന്നു ബൈബിളില്. അപ്പൊ അക്കാലത്തുണ്ടായിരുന്നില്ലേ നിരീശ്വരന്മാര്? ഇത്ര കൊല്ലം ശ്രമിച്ചിട്ടും എന്തേ ഈ നിരീശ്വരവാദം പ്രചരിക്കാത്തത്? മനുഷ്യന്റെ മനസ്സിൽ ദൈവം കോറിയിട്ടിരിക്കുന്ന ചിന്തയാണ് ദൈവചിന്ത. ഏത് കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ഏത് നിരീശ്വരനാണെങ്കിലും ദൈവചിന്ത കളയാൻ പറ്റത്തില്ല. അത് കളഞ്ഞാൽ അവൻ മൃഗമായിട്ട് മാറും. ഞാൻ പറഞ്ഞു വന്നത്, പൊതു സ്വത്ത് ആയിരിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. എന്താണ്? ദൈവത്തെ പ്രതി, ദൈവത്തിന്റെ ജനത്തെ പ്രതി. അല്ലാതെ വെറുതെ സ്വകാര്യ സ്വത്ത് നിഷേധിച്ചാൽ കമ്മ്യൂണിസം പരാജയപ്പെട്ടതുപോലെ പരാജയപ്പെടും. സന്യാസം പരാജയപ്പെടാത്തതിന് കാരണം ദൈവത്തെ പ്രതി, ദൈവജനത്തെ സേവിക്കാൻ വേണ്ടിയാണ് സ്വകാര്യ സ്വത്ത് അവർ വേണ്ടെന്ന് വെച്ച് എല്ലാം പൊതു സ്വത്തായിട്ട് മാറ്റുന്നത്. അത് ആദിമസഭയിൽ നിന്ന് കിട്ടിയതാണ്. ഇപ്പോഴും അത് നിലനിൽക്കുന്നതെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അന്ന് മാത്രമല്ല സുവർണയുഗം, ഇന്നുമുണ്ട്. 3, ആവശ്യക്കാർക്കെല്ലാം തുല്യമായി വിതരണം ചെയ്യുന്നു. അങ്ങനെ വിതരണം ചെയ്യുന്നതിൽ പിന്നീട് പ്രയാസം വരുമ്പോഴാണ് ഡീക്കന്മാരൊക്കെ തെരഞ്ഞെടുക്കുന്നത്. നമുക്ക് അതിലേക്ക് വരാൻ ഇരിക്കുന്നല്ലോ 6-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ എല്ലാം പൊതുസ്വത്ത് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നു. അപ്പസ്തോലന്മാരെന്താ ചെയ്തത്? യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചു. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ അപ്പസ്തോലന്മാരുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും വിശ്വാസവും തൃപ്തിയും ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ അപ്പസ്തോലന്മാർ യേശുവിന്റെ ഉത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചു. ഉത്തിതനായ യേശുവിന്റെ വീര്യപ്രവൃത്തികള് സ്ലീഹന്മാരിലൂടെ തുടരുകയാണ്. തിരുവുത്ഥാനത്തിന് സാക്ഷികൾ എന്ന നിലയിലാണ് സ്ലീഹന്മാരുടെ ശക്തമായ പ്രവൃത്തികളെ സഭ നോക്കിക്കണ്ടത്. യേശുവിന്റെ തിരുവുത്ഥാനം എന്ന അച്ചുതണ്ടിലാണ് ക്രിസ്തുധർമ്മം നിലകൊള്ളുന്നത്. സഭയിലെ കൂദാശകൾ നിലനിൽക്കുന്നതും ഈ സത്യത്തെ ആധാരമാക്കിയാണ്. അപ്പൊ യേശു ഉത്ഥാനം ചെയ്തു, മരിച്ചവർ ഉത്ഥാനം ചെയ്തു. അങ്ങനെ ഉത്ഥാനം ചെയ്ത ഒരേ ഒരാളെ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. രാമനോ കൃഷ്ണനോ ബുദ്ധനോ മുഹമ്മദ് ആരും തന്നെ മരിച്ചവർ ഉത്ഥാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ യേശുവിന്റെ പുനരുത്ഥാനം എന്ന അച്ചുതണ്ടിലാണ് ക്രിസ്തുധർമ്മവും ലോക ചരിത്രവും റിവോൾവ് ചെയ്യുന്നത്. അതുപോലെ സഭയിലെ കൂദാശകളും. യേശു ഉത്ഥാനം ചെയ്യുന്നത് വിശ്വസിക്കുന്നവര് അവന്റെ ആ ഉത്ഥാനത്തിന്റെ ശക്തി ഇന്ന് തുടരുന്നത്, ദൈവിക ജീവൻ തുടരുന്നത് കൂദാശകളിലൂടെയാണെന്ന് അംഗീകരിക്കണം. ഇല്ലെങ്കിൽ ഈ യേശു ഉത്ഥാനം ചെയ്തിട്ട് കൂദാശകളെ നിഷേധിച്ചാൽ യേശുവിന് ഉത്ഥാനത്തെ നിഷേധിക്കുന്ന തുല്യമായിട്ട് മാറും. അതാണ് എന്റെ പ്രശ്നം. അപ്പൊ ഈ കൂദാശകൾ എന്ന് പറയുന്നത് ഉത്തിതൻ അവന്റെ വചനത്തിൽ സന്നിഹിതമാകുന്ന നിമിഷമാണ്. മരിച്ചവൻ ഉത്ഥാനം ചെയ്ത് നിത്യം ജീവിക്കുന്നവൻ അവന്റെ വചനത്തിൽ സന്നിഹിതമാകുന്ന നിമിഷത്തെ, മണിക്കൂറിനെയാണ് കൂദാശ എന്ന് പറയുന്നത്. അങ്ങനെ കൂദാശയിൽ പങ്കെടുക്കുന്നവര് കർത്താവിനെ സ്വീകരിക്കുകയാണ്. ഈ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിച്ച് ആ വചനം പ്രഖ്യാപിക്കുമ്പോൾ വചന പ്രഘോഷണത്തില് വചനത്തിന് ജീവൻ വയ്ക്കുന്നു. അതിനെയാണ് കൂദാശ എന്ന് പറഞ്ഞത്. അപ്പൊ കർത്താവിനെ സ്വീകരിക്കുകയാണ് കൂദാശകളിലൂടെ. അങ്ങനെയുള്ളവർ എന്താ ചെയ്യുക? മുട്ടുള്ളവർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? തങ്ങൾക്കുള്ളതൊക്കെ അവർ മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയാണ്. മുട്ടുള്ളവർ, എന്തേ എസ് എന്നാണ് ഗ്രീക്ക് വാക്ക്. എന്തേ എസ്.
ദരിദ്രൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുതെന്ന് മോശ ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു. നിയമാവർത്തനം 15:4. അതായത് ദാരിദ്ര്യം ഒരു ദുരിതമാണ്. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ കർത്താവ് ദാരിദ്ര്യം വളരെ കെമ്മകമാണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ദുരിതമാണ്. പക്ഷേ അപ്പോഴും നിങ്ങൾ ദൈവചിന്തയിൽ ജീവിക്കുന്നു. ദൈവരാജ്യം നിങ്ങളുടേതാണ്, ദൈവം നിങ്ങളുടേതാണ്, ദൈവരാജ്യം നിങ്ങളുടേതാണ് എന്ന കാരണം കൊണ്ടാണ് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറയണേ. അത് വെറും ദാരിദ്ര്യത്തിലായിരിക്കുന്നതല്ല ഈ സൗഭാഗ്യം എന്ന് പറയുന്നത്. ദാരിദ്ര്യം ഒരു ദുരിതമാണ്. അത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള നടപടികൾ എടുക്കുകയാണ് സഭയെടുത്തു. അതുകൊണ്ടാണ് മുട്ടുള്ളവർ ആരും ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നത്. ആദിമസഭ അത് ചെയ്തു, ഇന്നും ചെയ്യുന്നു. ഇന്നും ലോകത്ത് എല്ലായിടത്തും ദരിദ്രരെ സഹായിക്കുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനം കത്തോലിക്ക സഭയാണ്. ഐക്യരാഷ്ട്രസഭ പോലും കത്തോലിക്ക സഭയുടെ താഴെയാണ്. ഓരോ ഇടവകയിലും അതുപോലെ ഓരോ കത്തോലിക്ക സംഘടനകളും ചെയ്യുന്ന ദരിദ്രരെ സഹായിക്കുന്ന കണക്കെടുത്താൽ അത് ലോകത്തെ മറ്റേതൊരു പ്രസ്ഥാനം ചെയ്യുന്നതിനേക്കാളും വളരെ വലുതാണ്. ചില മതക്കാരുണ്ട്, അവരുടെ ആളുകൾക്ക് കൊടുക്കും. ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല. ജാതി മത വർഗ വർണ്ണ വംശ വ്യത്യാസമില്ലാതെയാണ് കൊടുക്കുന്നത്. ഈ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നത് അങ്ങനെയല്ലേ. കാരിത്താസ് ആയിട്ടും പിന്നെ റെഡ് ക്രോസ് സൊസൈറ്റി ആയിട്ടും ഒക്കെ ആ തരത്തിൽ എന്തുമാത്രം സഹായമാണ് ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും നമ്മൾ കാണാതെ സഭയുടെ തിന്മകൾ മാത്രം നമ്മൾ കാണാനായിട്ട് എങ്ങനെയോ അങ്ങനെ നമ്മൾ പരിശീലിച്ച് വെച്ചിരിക്കുക. ഈ നന്മ ചെയ്യുന്നത് കാണാതെ. എല്ലാ സമ്പത്തും വിട്ടുപിരിയണമെന്ന് യേശു ആവശ്യപ്പെട്ടതിന് വിരുദ്ധമാണോ സഭയുടെ നിലപാട്? അല്ല. സമ്പത്ത് വിട്ടുപിരിയുന്നത് സ്വതന്ത്ര മനസ്സോടെ ആയിരിക്കണം, നിർബന്ധം മൂലമാകരുത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സകലതും ഉപേക്ഷിച്ച് എന്റെ പിന്നാലെ വരണമെന്ന കർത്താവ് പറഞ്ഞേ. അതിന് വിരുദ്ധമല്ല സഭ നിലപാടെടുക്കുന്നത്. മറിച്ച് സമ്പത്ത് അങ്ങനെ വിട്ടുപിരിയുന്നത് സ്വതന്ത്ര മനസ്സോടെയാണ്. എന്തിനാ? അത് ദരിദ്രരെ സഹായിക്കാൻ വേണ്ടിയാ, നിർബന്ധം മൂലമല്ല, ദരിദ്രരെ സഹായിക്കാനുള്ള ലക്ഷ്യത്തോടെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ദൈവചിന്തയിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ലക്ഷ്യത്തോടെ സ്വകാര്യ സ്വത്ത് വേണ്ടെന്ന് വെക്കുമ്പോഴാണ് അത് സന്യാസമായി മാറുന്നത്. അത് സന്യാസികൾക്ക് മാത്രമുള്ളതല്ല, എല്ലാ ക്രിസ്ത്യാനികൾക്കും സാധിക്കുന്നതാണ്. അങ്ങനെ ചെയ്യുന്നു. എന്തുമാത്രം ക്രിസ്ത്യാനികളാണ് മറ്റാരോടും പറയാതെ ഇതുപോലെ സഹായിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ. അതിനൊരു തെളിവാണ്, ഇങ്ങനെ ചെയ്യുന്നതിനൊരു തെളിവാണ് ബർണബാസ്. ആ ബർണബാസിന്റെ കഥ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ചുരുക്കത്തിൽ ഇതൊരു സുവർണ യുഗം എന്ന് പറഞ്ഞിട്ട് ആദിമസഭയിൽ മാത്രം ഉണ്ടായിരുന്നെന്ന് കരുതരുത്. ആദിമസഭയിൽ മാത്രമല്ല, ഇപ്പോഴും പച്ചപ്പോടെ നിൽക്കുകയാണ് ഈ സുവർണ യുഗം. അത് കാണാനുള്ള കണ്ണ്, ശുദ്ധമായ കണ്ണ്, നല്ല കണ്ണ് നമുക്കുണ്ടാകണം. അപ്പോൾ സഭയുടെ നന്മ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് ഇതിൽ അഭിമാനം തോന്നുകയും നമ്മളും അതിൻ്റെ ഒരു ഭാഗമായി മാറാനായിട്ട് നമുക്ക് കൊതി വരികയും നമ്മൾ മാറുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ സുവർണയുഗത്തിൻ്റെ ഭാഗമായിട്ട് മാറും. സുവർണയുഗത്തിന് നമ്മുടേതായ സംഭാവന നമ്മൾ കൊടുക്കും. അങ്ങനെ സംഭവിക്കട്ടെ. അപ്പോൾ ഈ ആദിമസഭയിലെ സുവർണയുഗം അവസാന കാലം വരെ, അവസാന ദിവസം വരെയും ഈ സഭയിലൂടെ, കത്തോലിക്ക സഭയിലൂടെ തുടരാൻ ഇടയാകട്ടെ. ഞാനും നിങ്ങളും അതിന് കാരണക്കാരാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.